ഒയാസിസ് മദ്യ കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ കോൺഗ്രസ് പാർട്ടി വാങ്ങിയതായി സി കൃഷ്ണകുമാർ തെളിയിച്ചാൽ തന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പാലക്കാട് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ. ആരോപണം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ഈ ഒയാസിസ് എന്ന പ്യൂരിറ്റി കമ്പനിയിൽ നിന്ന് 1 രൂപ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇതിന് പൊതുജീവിതം അവസാനിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പൊതുജീവിതം അവസാനിക്കാൻ തയ്യാറാണ്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കരുതെന്ന് എ തങ്കപ്പൻ പറഞ്ഞു. ആരോപണം ഉന്നയിച്ചാൽ തെളിയിക്കാൻ കൃഷ്ണകുമാറിന് കഴിയണം, ഇല്ലെങ്കിൽ കൃഷ്ണകുമാർ പൊതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും എ തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. ഒയാസിസ് മദ്യ കമ്പനി കോൺഗ്രസ് പാർട്ടിക്ക് 1 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കൃഷ്ണകുമാറിന്റെ ആരോപണത്തോടെ പ്രതികരിക്കുകയായിരുന്നു എ തങ്കപ്പൻ. അല്ല, ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അയാൾ കാണാമല്ലോ. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ലാത്തവൻ എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് വിടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അറിയുന്നവനെ അത് വിടാൻ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവണമല്ലോ ഞങ്ങളുടെ കയ്യിൽ 1 കോടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലേ? ഇന്നെ ഒന്നും അക്കൗണ്ടും അറിയില്ല, വന്നതും അറിയില്ല, ചെയ്തതും അറിയില്ല. അങ്ങനെയുള്ള പാർട്ടിയല്ല അത്. ഞങ്ങൾ 1 രൂപ വന്നാലും കണക്കുണ്ട്, അത് അവിടെയുണ്ട്. ഞങ്ങൾക്ക് ഈ പണി പിന്നെ കള്ളക്കടത്തുകാർ പിന്നാലെ പോകുന്ന പണി കോൺഗ്രസ് പാർട്ടിക്ക് എന്നുമില്ല, അന്നുമില്ല. ഒരു സംശയം വേണ്ട, അദ്ദേഹം ഇത് ഏറ്റെടുക്കട്ടെ. ഞാൻ തെളിയിക്കാതെ പറയാൻ തെളിയിക്കാതെ തയ്യാറാണ്. അതല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മറ്റെല്ലാവരും ആലോചിച്ചിട്ട് അതെന്താ വേണം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ട് മാത്രമാണുള്ളത്. ബ്രൂവറി വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുന്നില്ല എന്ന വാദം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്താണ് ബ്രൂവറിക്കെതിരെ പ്രമേയം കൊണ്ടുവന്നത്. ഒയാസിസ് കമ്പനിയുടെ ഭൂതകാല തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും MP വി.കെ. ശ്രീകണ്ഠനുമാണ്. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഉൾപ്പെടെ മുഴുവൻ സമരങ്ങളും കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.